വാങ്ങിക്കൂട്ടൽ സ്വഭാവമുള്ളവരുണ്ട്. സാരി വാങ്ങിക്കൂട്ടൽ. എത്ര സാരി ഉണ്ട് എടുത്തി? അത് 10-250 എണ്ണം കാണുമായിരിക്കും. ചുരിദാറോ അതുകൊണ്ട് ഒരു 100-100 അങ്ങനെ ഒരു സെറ്റ്. ചിലർക്കാണെങ്കിൽ വണ്ടി മേടിച്ചു കൂട്ടലായിരിക്കും, പഴയ വണ്ടികളൊക്കെ മേടിച്ചു കൂട്ടും. ചിലർക്കാണെങ്കിൽ ഒരു കടയിൽ ചെന്നാൽ സർവ്വ സാധനങ്ങളും മേടിച്ചു കൂട്ടും, വീട്ടിൽ കൊണ്ടുവന്ന് അങ്ങോട്ട് കൂട്ടിയിടുകയാണ്. ഇങ്ങനെ വാങ്ങിക്കൂട്ടുന്ന സ്വഭാവം. പലതും കടം വാങ്ങിച്ചായിരിക്കും, ലോൺ എടുത്തും കടം വാങ്ങിച്ചും. കടയിൽ പോകുമ്പോൾ കണ്ടത് നല്ലതൊക്കെ ഇങ്ങ് മേടിക്കണ്ടേ. ഇങ്ങനെയൊക്കെയുള്ള സ്വഭാവമുള്ളവരെ സംബന്ധിച്ചിടത്തോളം കടവും കടത്തിൻ്റെ കൂടുതലും ഇതൊരു പൈശാചിക ബന്ധനം പോലെയാണ്. അപ്പം അതിനോട് നമുക്കൊരു ക്രമം വേണം. എല്ലാത്തിനും അത്യാവശ്യം നടത്തണം, ആവശ്യം നടത്തണം, ആഡംബരം ഉപേക്ഷിക്കണം, അനാവശ്യം ഉപേക്ഷിക്കണം. ഇങ്ങനെയൊക്കെയുള്ള തലങ്ങളിൽ നിന്ന് മോചനം നേടി കിട്ടുന്ന പൈസയായിട്ട് സാധനം വാങ്ങിച്ചു കൂട്ടിയാൽ പിന്നെ തിരിച്ചു കൊടുത്താലൊന്നും കാശ് കിട്ടൂല. അതേസമയം ക്യാഷായിട്ട് നമ്മുടെ കൈവശം ഉണ്ടാവുക, അല്ലെങ്കിൽ ബാങ്കിലുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഈ തലങ്ങളൊക്കെ നമ്മൾ ബോധ്യം ഉണ്ടാകണം. അപ്പോൾ അതുകൊണ്ട് ഈ വാങ്ങിക്കൂട്ടൽ സ്വഭാവത്തിൽ നിന്ന് മോചനം നേടണം. പിന്നെ നമ്മൾ വാങ്ങുന്നതിന് മുമ്പ് അത്യാവശ്യമാണോ ആവശ്യമാണോ എന്നൊക്കെ നോക്കിയിട്ട് വേണം. ചുമ്മാ ആഘോഷത്തിന് വേണ്ടിയിട്ട് വാങ്ങിക്കൂട്ടുന്ന ചില പിള്ളേർ ചെയ്യണ മാതിരി കളിപ്പാട്ടങ്ങൾ കണ്ടാൽ പിന്നെ അവിടെ നിന്ന് പോരൂല. അവിടെ കിടന്ന് ഒച്ചപ്പാടും കരച്ചിലും ബഹളമായിരിക്കും. അത് വാങ്ങണം. ട്രാൻസ്പോർട്ട് ബസ്സിൻ്റെ മോഡൽ കണ്ടു, അപ്പോൾ അത് മേടിക്കണം. തോക്ക് കണ്ടു, അത് മേടിക്കണം. ഇങ്ങനെ ഒച്ചപ്പാടും ബഹളമൊക്കെ എടുക്കണ വ്യക്തികൾ. അപ്പോൾ അതുകൊണ്ട് ഇതിൽ നിന്നൊക്കെ ഒരു ജീവിത ക്രമീകരണം ഉണ്ടാകാനുള്ള കൃപാവരം പ്രാർത്ഥിക്കാം. കർത്താവേ, വാങ്ങിക്കൂട്ടൽ സ്വഭാവത്തിൽ ഞങ്ങളെ രക്ഷിക്കണമേ, സുഖപ്പെടുത്തണമേ, ശക്തിപ്പെടുത്തണമേ. നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യേശുമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.